Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. മോദി ഭരണത്തിൽ സ്വസ്ഥമായി ഉറങ്ങുന്ന ഏക NDA ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ ആരോപിച്ചു. മോദി പിണറായി സർക്കാരുകളുടെ ഭരണത്തിനെതിരായ പോരാട്ടമെന്ന് K സുധാകരൻ പ്രതികരിച്ചു. ഫാസിസവും കമ്മ്യൂണിസവും സന്ധി ചെയ്യുന്നുവെന്നായിരുന്നു VD സതീശന്റെ വിമർശനം. വൈകിട്ട് 5 മണിയോടെ കാസർഗോഡ് നഗരസഭാ സ്റ്റേഡിയത്തിൽ സമരാഗ്നി ജാഥ പതാക കൈമാറി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദൂർത്തിനും അഴിമതിക്കുമെതിരെ വേദിയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച KC വേണുഗോപാൽ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും തൃശൂർ പിടിച്ചെടുക്കാമെന്ന മോഹം നടക്കില്ലെന്നും ആഞ്ഞടിച്ചു. പ്രാവശ്യം മോഡി കേരളത്തിൽ വന്നാലും കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് അടിവായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ രംഗത്തിറങ്ങണമെന്ന് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു. Fight and fight for 2024 so that the fascist government should be out from Delhi. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുടുംബം പോലെ പ്രവർത്തിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. നമ്മൾ ഒരു കുടുംബം പോലെ ഒരുമിച്ച് നിന്ന് ഇവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തി ഒരു ശക്തമായ തിരിച്ചുവരവ് സാധ്യമാക്കാൻ ഈ കേരളത്തിൽ നിന്ന് 20 MPമാരെയും സംഭാവന ചെയ്യാൻ നമുക്ക് കഴിയണം. പിണറായിയുടെ ഏകാധിപത്യത്തിന് എതിരെയും മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുമാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയെന്ന് K സുധാകരൻ. രണ്ട് ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. ഒന്ന്, കേരളത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള പോരാട്ടം. രണ്ട്, നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം. ഉദ്ഘാടന സമ്മേളനത്തിന് വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. MM ഹസൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം സമരാഗ്നിയുടെ ഭാഗമായി. 20 സീറ്റും പിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കളമറിഞ്ഞും തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും ഇനി മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്. കാസർഗോഡ് നിന്നും സബിൻ ജത്തിലിനും രഞ്ജിത്ത് മന്നിപ്പാടിക്കും ലിമേഷ് ചെറുബേശിക്കും ഇബ്രാഹിമിനുമൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ആൻഡ് അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ. സമരാഗ്നി കത്തുമോ എന്നുള്ളതാണ് ചോദ്യം. വിനീകേഷ് കുമാർ, ഇന്നത്തെ പരിപാടി കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കത്തുമോ? പിന്നെ കത്തണമല്ലോ, സ്വാഭാവികമായിട്ടും. സമരാഗ്നി ഒരുപക്ഷെ UDFന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ പ്രചരണ പരിപാടിയാണ്. UDF നമുക്ക് ഈ നവകേരള സദസ്സുമായിട്ടുള്ള സമാന്തര പരിപാടി അത്ര വിജയിച്ചില്ലെങ്കിലും കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ K സുധാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു ദിവസം 3 മണിക്കും 6 മണിക്കും 2 പൊതുയോഗങ്ങളാണ് ആകെ നടത്തുന്നത്. മാത്രമല്ല രാവിലെ ജനകീയ സദസ്സ് എന്ന് പറഞ്ഞ് നേരത്തെ പൗരപ്രമുഖർ എന്ന് പറയുന്ന ടേം മാറ്റിയിട്ടാണ് ജനകീയ സദസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാതൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യപരമായി K സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുള്ള പരിപാടിയായി നമുക്ക് ഈ സമരാഗ്നിയെ കാണാനാകില്ല. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുന്ന മസിലിന് ക്ഷീണം വരുന്ന അസുഖം യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് അമേരിക്കയിൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റിറോയിഡ് ഉപയോഗിച്ചത് കൊണ്ടുള്ള ക്ഷീണമാണ്, അതുകൊണ്ടാണ് ഷുഗർ കയറിയത് എന്നാണ് പറഞ്ഞത്. ഏതായാലും അമേരിക്കയിൽ പോയതിന് ശേഷം അക്കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തി എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഊർജ്ജസ്വലനായി ഈ പരിപാടിയിൽ K സുധാകരന് പങ്കെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ വാർഷികമായാലും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഒക്കെ തന്നെയും വലിയ ജനക്കൂട്ടത്തെ കോൺഗ്രസ്സിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പലസ്തീനിലേക്ക് സിവിൽ കോഡ്, അതുപോലെ തന്നെ ഇടുക്കിയിൽ, തൃശ്ശൂർ, അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സമരാഗ്നി എന്ന പരിപാടി വലിയ നിലയിലുള്ള ആൾക്കൂട്ടാണ് കാസർഗോഡ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല സംഘടനാ തലത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കുന്നു. പലയിടത്തും പരിശീലന ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് സെറ്റാണ് ഇലക്ഷന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ, ഞാൻ കുറച്ചുകൂടി നമ്മൾ ക്രെഡിബിളായി കാണുന്ന ഒരു സർവേ ആണല്ലോ ഇന്ത്യ ടുഡേയുടെ സർവേ.
ഇന്ത്യ ടുഡേയുടെ സർവേയിൽ 20 സീറ്റുകളിലും LDFും UDFും ചേർന്ന് ജയിക്കുന്നതാണ്. അതായത് NDAക്ക് ഒരു സീറ്റും ഇവിടെ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ 18 സീറ്റ് UDFിനും 2 സീറ്റ് LDFിനുമാണ് എന്നുള്ളത്. അത് വലിയ മാറ്റമായിരിക്കും UDFിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ ശബരിമലയുടെയും ഇമ്പാക്റ്റാണ് 19-1 എന്നുള്ളതെങ്കിൽ ഇത്തവണ 18 സീറ്റ് UDFിന് ലഭിക്കുക അങ്ങനെയാണെങ്കിൽ അത് വലിയ മുന്നേറ്റമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല അതേ സർവേയിൽ തന്നെ 17% വോട്ട് BJPക്ക് കൊടുക്കുന്നതാണ്. 2% വോട്ട് എക്സ്ട്രാ BJPക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത്ര വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ തന്നെയും കിട്ടിയാൽ അത് ചരിത്രത്തിൽ BJPയിലെ ഏറ്റവും വലിയ വോട്ട് ശതമാനമായിരിക്കും. ഏതായാലും സി വോട്ടർ സർവേ പ്രകാരം കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത്. ഓർക്കുക, കഴിഞ്ഞ തവണ 55 സീറ്റ് കിട്ടിയപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് അംഗങ്ങളെ പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടുള്ളത്. സമാനമായ സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് ഇത്തവണ ഉണ്ടാകുന്നുള്ളത് എന്നുള്ള നിലയിലാണ് സി വോട്ടർ പറയുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വളരെ എനർജറ്റിക്കായി വരിക എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കെ സുധാകരൻ അമേരിക്കയിലെ ചികിത്സയൊക്കെ പൂർത്തിയാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കെ സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള KPCC ഈ സമരാഗ്നി വിജയിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടി, തൃക്കാക്കരയും അതുപോലെ തന്നെ പുതുപ്പള്ളിയും. മാത്രമല്ല 9 സെറ്റ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ UDFിന് മുൻതൂക്കമുണ്ട്. അതൊന്നും വെറുതെ സംഭവിച്ചു പോകുന്നില്ല, ഒരു ട്രെൻഡിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഈ സമരാഗ്നി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് ആളിക്കത്തട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സമരാഗ്നി കത്തും എന്ന് തന്നെയാണ്. ഇപ്പോൾ കേന്ദ്രത്തിനെതിരെയാണോ സംസ്ഥാനത്തിനെതിരെയാണോ ഏറ്റവും ശക്തമായി നിലകൊള്ളേണ്ടത് എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ സംസ്ഥാനത്തെ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നലത്തെ CPM സംഘടിപ്പിച്ച ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ വിട്ടുനിൽക്കേണ്ടി വന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി കേന്ദ്രത്തിനെതിരായ വിഷയങ്ങൾ ആരുന്നയിക്കുന്നു എന്നത് തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിൽ KC വേണുഗോപാലായാലും VD സതീശനായാലും പിന്നെ കെ സുധാകരനായാലും കൂടുതലായും പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്. ഇവിടെ പിണറായി ബംഗാൾ മോഡലിലേക്ക് CPMനെ എത്തിക്കാൻ കൊട്ടേഷൻ എടുത്ത നേതാവെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 20-ൽ 20 സീറ്റും നേടുമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ എതിരെ വിമർശനം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇവിടെ NDA ഇതര മുഖ്യമന്ത്രിമാരിൽ സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗുണം ചെയ്യുക. കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നതിനേക്കാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും സർക്കാർ വിരുദ്ധ വികാരം അത് കൂടുതൽ ശക്തമായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. മാത്രമല്ല ഇവിടെ അതിന് ആവശ്യത്തിലധികം വിഷയങ്ങളുണ്ട് താനും. അപ്പോൾ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതാക്കൾ മുന്നോട്ട് പോകും. ഈ പറയുന്ന പോലെ അതിശക്തമായി 2 നേതാക്കളും കെ സുധാകരനും VD സതീശനും ഒരുമിച്ചാണ് എന്ന് കാണിക്കാൻ KC വേണുഗോപാൽ 2 പേരും ഒരുമിച്ച് ആലിംഗനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആലിംഗനം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളടത്ത് മാത്രമേ ഒരു സംശയമുള്ളൂ. ഈ സമരാഗ്നി കത്തുമ്പോഴും അപ്പുറത്ത് 2 നേതാക്കളും ഇനി വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ മുമ്പ് വാർത്താ സമ്മേളനത്തിൽ കണ്ടതുപോലുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അതിലല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തകരെ എത്തിക്കാൻ ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇത്രയധികം അണികളെയും പ്രവർത്തകരെയും അവിടെ അണിനിരത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അടിത്തട്ടിൽ വലിയ രൂപത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് വനിതകളെ സംഘടിപ്പിക്കുന്നതിൽ നമ്മൾ കാണുന്നുണ്ട് പലയിടത്തും ഈ മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ, ഈ കലമെടുത്തുള്ള പ്രതിഷേധമൊക്കെ ഈ മറിയച്ചടത്തി തുടങ്ങിയതിനു ശേഷമാണല്ലോ ഈ പ്രതിഷേധം തുടങ്ങിയത്. അത് ആ രൂപത്തിൽ പലയിടത്തും ആ പ്രതിഷേധം തുടങ്ങുന്നു, മഹിളാ കോൺഗ്രസിനെ ആ രൂപത്തിൽ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ഒരു സമരാഗ്നി എല്ലാ രൂപത്തിലും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ രൂപത്തിൽ അത് വിജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പറഞ്ഞ പോലുള്ള ഈ എന്താ പറയുക 2 നേതാക്കൾ നമ്മൾ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പരിപാടി വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സുജിയ, ഇക്കാര്യത്തിൽ സമരാഗ്നി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ കാണുന്നത് കോൺഗ്രസിന് ഇതൊരു ചാൻസാണ്. ഈ ചാൻസ് വിട്ടുകളഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല. അത് ദേശീയ രാഷ്ട്രീയത്തിലായാലും കേരളത്തിലായാലും. 2026 തിരിച്ചു വരാൻ കഴിയുന്നില്ല എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പതനത്തിൻ്റെ തുടക്കമായിരിക്കും. കൂടെ നിൽക്കുന്ന ലീഗ് പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 3ാം സീറ്റൊന്നും ലീഗ് കഴിഞ്ഞ തവണ ചോദിച്ചതുപോലെയല്ല ഇത്തവണ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ലീഗൊക്കെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. അത് കൃത്യമായി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയെക്കുറിച്ച് സാറ് പറഞ്ഞു. പക്ഷേ അതൊന്നും ആകണമെന്നില്ല.
ആകണമെന്നില്ല കേരളത്തിലെ മൂഡ്. അതൊന്നും ആകണമെന്നില്ല കേരളത്തിലെ മൂഡ്. കാരണം ചിലപ്പോൾ ഈ പറയുന്ന 20-20 സാധ്യതയുണ്ട്. 20-20 എന്നൊക്കെ പറയുന്നത് അത് വളരെ വിദൂരമായ സാധ്യത മാത്രമാണ്. കാരണം LDF-നെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതിന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെയോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ കൃത്യമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് LDF-ന് നന്നായി അറിയാം. ഏത് തരത്തിലാണ് അത് കൊണ്ടുപോകേണ്ടത് എന്നും അറിയാം. എവിടെ നിന്നൊക്കെയാണ് വോട്ട് വരിക എന്നും അറിയാം. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന നീക്കങ്ങളാണ്. അതിൽ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് പൂർണ്ണമായും 20-20 നേടാൻ കഴിയുമെന്ന്. കാരണം പല മണ്ഡലങ്ങളിലും ഈ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ സാറ് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞ അല്ലെങ്കിൽ അത്ര കിട്ടില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ വേറൊരു തരത്തിലാണ് അതിൻ്റെ ഒരു ഇലക്ട്രൽ മാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ 20 മണ്ഡലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ അത് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഇത്തവണ നിർണായക ഘടകമായി മാറും. കാരണം UDF-ൽ നിന്ന് എത്ര ഊറ്റിയെടുക്കുന്നു അതിനനുസരിച്ച് LDF-ന് മറുഭാഗത്ത് സാധ്യത കൂടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വികാരം വന്നപ്പോൾ BJP അതിനുവേണ്ടി വാദിക്കുന്നു, എന്നാൽ വോട്ട് UDF കൊണ്ടുപോകുന്നു, അവർ 19 സീറ്റുകളിൽ ജയിക്കുന്നു. അതാണ് കണ്ടതെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഒരു വിഷയമല്ല. സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതാണ് കോൺഗ്രസിന് ഇപ്പോൾ എടുത്ത് പിടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധം. ആ ആയുധം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇന്നത്തെ പ്രസംഗങ്ങളിലൊക്കെ പ്രതിഫലിച്ചത്. നോക്കൂ, നവകേരള സദസ്സ് എന്ന് പറയുന്നത് 35 ദിവസം കൊണ്ട് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ച സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രചാരണ വേലയായി അത് മാറിക്കഴിഞ്ഞു. അതിനതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം കേന്ദ്രത്തിനെതിരായി, കേന്ദ്ര അവഗണനയ്ക്കെതിരെ, കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെക്കുന്നതിനെതിരെ ഒക്കെ ഈ യോഗങ്ങളിലെല്ലാം വിവിധ പോക്കറ്റുകളിൽ പറഞ്ഞു വെക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ബദലായി സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ ആളെണ്ണം തികയ്ക്കാനായി പാടുപെടുകയായിരുന്നു കോൺഗ്രസ്. അത് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സമരാഗ്നിയിലേക്ക് വരുന്നത്. 14 ജില്ലകളിലായി 30 സമ്മേളനങ്ങൾ. അതിൽ ഞാൻ ശ്രദ്ധയോടെ നോക്കുന്നത് ഒന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കാൻ പോകുന്ന സമ്മേളനം, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം, കൊച്ചി മറൈൻ ഡ്രൈവ്, തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനം. ഈ 4 ഇടങ്ങളിലെ സമ്മേളനങ്ങളിൽ വരാൻ പോകുന്ന ആൾക്കൂട്ടം അത് കൃത്യമായി ഒരു നല്ല സൂചന തന്നെ തരാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനത്തിന് കോൺഗ്രസിനോടുള്ള UDF-നോടുള്ള സമീപനം. കാസർഗോഡ് കണ്ട ജനാവലി എന്ന് പറയുന്നത്, നമ്മൾ നോക്കൂ, ഒരു സമ്മേളനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ആളെ കൂട്ടാൻ എളുപ്പമാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു വിജയമായിട്ട് കാണാൻ കഴിയുക. നവകേരള സദസ്സിൽ കൃത്യമായി ഓരോരുത്തർക്കും നിശ്ചയിച്ചിരുന്നു ബൂത്ത് തലം മുതൽ എത്ര പേരെ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ കൊണ്ടുവരണം. അതിലെ ചില ഓഡിയോ ഒക്കെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു, ആളെണ്ണം കൂട്ടാൻ വേണ്ടി കാണിച്ച ഗിമ്മിക്കുകളൊക്കെ. ഇവിടെയും അതേ രീതിയിലുള്ള ഗിമ്മിക്കുകൾ കോൺഗ്രസും ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കർഷകർ, തൊഴിലാളികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തവർ, കലാസാഹിത്യ രംഗത്തെ പ്രമുഖർ, പോലീസിന്റെയും മാഫിയകളുടെയും അക്രമത്തിനിരയായവർ, ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾ, ലൈഫ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതിയിൽ നിന്ന് തഴയപ്പെട്ടവർ, പിന്നെ മറിയക്കുട്ടി ചേച്ചിയെ പോലെയുള്ള സാമൂഹിക ക്ഷേമ പെൻഷനെ കുറിച്ച് പറയാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു ക്രൗഡിനെ ആയിരിക്കും കോൺഗ്രസ് ഈ പരിപാടിയിൽ ഉടനീളം അണിനിരത്താൻ പോവുക. അതായത് സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുക. സമരാഗ്നി എന്നതിലൂടെ അവരുദ്ദേശിക്കുന്ന അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ ഒന്നിലധികം പൊതുസമ്മേളനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നതും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, ഇടുക്കി, ഇത്രയും ജില്ലകളിൽ 3 വീതം സമ്മേളനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നമ്മൾ ഒരു സമ്മേളനമാണ് കണ്ടത്. വയനാട്ടിലും പത്തനംതിട്ടയിലും സമാനമായ രീതിയിലായിരിക്കും ഓരോ സമ്മേളനമായിരിക്കും ഉണ്ടാവുക. ഇതിൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി തുടങ്ങിയ യാത്ര നഷ്ടത്തോട് നഷ്ടം നേരിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിലേക്ക് ചെന്നപ്പോൾ അത് പോകുന്നു, ബംഗാളിലേക്ക് ചെന്നപ്പോൾ അത് പോകുന്നു, അങ്ങനെ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്ര. പക്ഷേ സമരാഗ്നി യാത്ര അവർക്കൊരു നേട്ടമാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത്, നരേന്ദ്രമോദിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണറോട് ഏറ്റുമുട്ടാൻ എന്ത് ധാർമ്മികതയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. അതുതന്നെയായിരിക്കും ഇനിയുള്ള പ്രസംഗങ്ങളിലെല്ലാം ഈ നേതാക്കൾ മാറിയും തിരിഞ്ഞും ആവർത്തിക്കാൻ പോവുക. കേരളത്തിൽ UDF-നെ അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. അതായത് 2026 തങ്ങളുടെ ലക്ഷ്യം. 2024 തങ്ങൾക്കൊരു ഈസിയായി തന്നെ ഞങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നും അവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒരു പ്രസ് മീറ്റിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ K. സുധാകരനും VD സതീശനും കൂടി വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നത്. പുതുപ്പള്ളിയിൽ സെപ്റ്റംബർ 8 തീയതി നമ്മൾ കണ്ട ആ വാർത്താ സമ്മേളനത്തിന് ശേഷം രണ്ടുപേരും ഉള്ള ഒരു വാർത്താ സമ്മേളനം എന്ന രീതിയിൽ സജ്ജീകരിക്കുന്നത്. മറ്റു വേദികളിലൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഇവർക്കിടയിലുള്ള മൈക്ക് യുദ്ധം അവസാനിച്ചോ എന്നറിയാനാണ് കൗതുകത്തോടെ ഞാൻ എന്തായാലും കാത്തിരിക്കുന്നത്. കാരണം 2 നേതാക്കളും തങ്ങളുടേതായ ആ ഒരു ഈഗോയിസ്റ്റിക്കായുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചിറങ്ങി
പുറത്തിറങ്ങിയാൽ കോൺഗ്രസിന് ഈ സമരാജ്ഞി കൊണ്ട് പ്രയോജനമുണ്ടാകും. അല്ലാതെ ഒരാൾ ഒന്ന് പറയുകയും മറ്റേയാൾ മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയാൽ കോൺഗ്രസിന് സമരാജ്ഞിയല്ല എന്ത് അഗ്നി ജ്വലിപ്പിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടാകില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഉള്ളത് പിടിച്ചു നിർത്താനെങ്കിലും സമരാജ്ഞി കൊണ്ട് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ 20-20 എന്ന് പറയുന്നത് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. നോക്കി, ഈ പ്രോട്ടോകോൾ അനുസരിച്ച് KPCCയുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ കെ സുധാകരനാണ് ആദ്യം സംസാരിക്കേണ്ടത്. ഇത് UDFന്റെ പരിപാടിയല്ല, ഇത് KPCCയുടെ പരിപാടിയാണ്. ആ പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനാവുക. അവിടെ ഇനി VD സതീശ മൈക്ക് പിടിച്ച് വലിച്ചാലേ ഉള്ളൂ. പക്ഷെ അതുണ്ടാകില്ല, സാധ്യതയൊന്നും ഇനിയില്ല. നമ്മളതിനെ വളരെ ലാഘവത്വത്തോടുകൂടിയും തമാശയോടുകൂടിയും കാണുന്ന കാര്യമല്ല അത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് കേരളത്തിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ ഗൗരവം ഈ രണ്ട് നേതാക്കൾ കാണിച്ചില്ല എങ്കിൽ അത് അവർക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ KC വേണുഗോപാലിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞല്ലോ. KC വേണുഗോപാൽ രണ്ട് കുട്ടികളെ ചേർത്ത് നിർത്തുന്ന പോലെയാണ് കെ സുധാകരനെയും VD സതീശനെയും. ഞാൻ ഇവർക്ക് മുകളിലാണ് എന്ന് KC വേണുഗോപാൽ കൃത്യമായി സ്ഥാപിക്കുന്നുണ്ട്. ഞാനാണ് ഭാവിയിൽ നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ. ആയിക്കോട്ടെ, VD സതീശനെ സംബന്ധിച്ചിടത്തോളവും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളവും അക്കാര്യത്തിൽ ഇപ്പോൾ തൽക്കാലം ഒരു അതൃപ്തി വെച്ച് പുലർത്തുന്നത് അവരുടെ ഭാവിക്ക് ഗുണകരമല്ല എന്നുള്ളതുകൊണ്ട് അവരതിനെ തൽക്കാലം വിട്ടുകളയാനേ സാധ്യതയുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ സ്മൃതിയുടെ ചൂണ്ടിക്കാണിച്ച ഈ BJP CPM അന്തർധാര എന്നുള്ള പ്രചരണമാണ്. നോക്കൂ, അതാണ് യഥാർത്ഥത്തിൽ ഈ സമരാഗ്നി കാലഘട്ടത്തിൽ മുഴുവനായും ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. SFIO അതുപോലെ തന്നെ ദേശീയ തലത്തിലേക്ക് പോയാൽ അദാനി വിഷയങ്ങളൊക്കെ ആയിരിക്കും വരിക. പിന്നെ ഒരു സെക്കുലർ മത സാമുദായിക സംഘർഷമില്ലാത്ത ഒരു കേരളത്തിന് വേണ്ടി എന്താണ് കോൺഗ്രസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ പ്രചാരണ വിഷയത്തിലേക്ക് വരുമെന്നുള്ളതാണ്. എനിക്ക് ഈ CPM കോൺഗ്രസ് അന്തർധാര എന്ന് പറയുന്നത് അത്ര കണ്ട് വിജയിക്കാനുള്ള CPM BJP അന്തർധാര എന്ന് പറയുന്നത് അത്ര കണ്ട് വിജയിക്കാനുള്ള സാധ്യതയില്ല. ഇനി അതെങ്ങനെയാണ് ആ ആഖ്യാനം സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഇന്ത്യ ബ്ലോക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ സമ്മേളനം വലിയ രീതിയിൽ CPMന് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ ഇന്നലെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായതിന് ശേഷമുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പരസ്യ സമ്മേളനമായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു വേദിയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ആ കാര്യത്തിൽ പിണറായി വിജയനും CPMനും ഉണ്ടായിട്ടുണ്ട്, LDFനും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാതെ വയ്യ. പിന്നെ നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ച മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് 2024 മുതൽ 2026 വരെയുള്ള കാലഘട്ടം. നോക്കൂ, നമ്മളിപ്പോൾ വോട്ടർ സർവേ പോലെ 71 സീറ്റുകളിൽ കോൺഗ്രസ് ഒതുങ്ങുകയാണ് എങ്കിൽ ഒരിക്കൽ കൂടി ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രതീക്ഷയില്ലാത്ത ഒരു സംവിധാനമായി മാറുന്നു എന്നുള്ള തോന്നൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ ഇരുത്തി ചിന്തിപ്പിക്കും. അപ്പോൾ ഇവിടെ ഒരു 15 സീറ്റിൽ കുറവാണ് കോൺഗ്രസിന് UDFന് കിട്ടുന്നതെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ UDFൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമുണ്ടോ എന്ന നിലയിൽ അവർ ചിന്തിക്കാനിടയുണ്ട്. അതിൻ്റെ സൂചനകൾ തന്നെ നമ്മൾ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് മൗനം അവലംബിച്ചും പല ഘട്ടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമെടുത്തു ഒക്കെ ലീഗ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങൾ അകത്തെന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ലീഗിൽ തന്നെ അപ്പുറം ന്യൂനപക്ഷം എങ്ങനെ ചിന്തിക്കുന്നതെന്നും പ്രധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ശബരിമല പ്രധാന ഘടകമാകുകയും അത് UDFന് ഗുണം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ന്യൂനപക്ഷത്തിന് ഞങ്ങളുണ്ട് എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് പൊതുപ്രസംഗങ്ങളിൽ പറയുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലും അത് തെളിയിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും അവർക്കൊപ്പമുണ്ട് എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ടും സർക്കാർ ആ രൂപത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സുപ്രധാനമായ സാഹചര്യങ്ങളിൽ സുപ്രധാനമായ ഘട്ടങ്ങളിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന പരാതി സ്വാഭാവികമായും ലീഗിനുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമാവുക? തുടർച്ചയായി 2 തവണ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന വിധത്തിൽ കഴിഞ്ഞ 9 സെറ്റ് ബൈ ഇലക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ. അതുപോലെ തന്നെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അത് തെളിയിക്കാൻ പോകുന്നത് അന്തിമമായി നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും റീകൂപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രത്യേകിച്ച് SFIO അന്വേഷണം നടക്കുന്ന ഘട്ടം. ഇപ്പോൾ SFIOയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വീണ തൈക്കണ്ടിയിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? ബംഗളൂരു ഹൈക്കോടതിയിൽ പോയി
ഈ SFIO അന്വേഷണം റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ നാളെ വളരെ സുപ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ ആ ഹർജി എടുക്കുന്നത് തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച എടുക്കുന്നു എന്നുള്ള 12-ാം തീയതി ഇവിടെയും കേരള ഹൈക്കോടതിയിലും. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെയും സജീവമായി നിർത്താൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന തൈക്കണ്ടിയിൽ വീണ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് ഈ കേസ് സ്റ്റേ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ സജീവമായി നിർത്താൻ, ഈ പ്രചരണത്തിൽ അത് ഉൾപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഗുണകരമാകുന്ന വിധത്തിലാണ് ഈ പിണറായി വിജയൻ്റെ മകൾ ശ്രമിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീഗലായിട്ടുള്ള ഫൈറ്റ് അനിവാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോയിട്ടുള്ളത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDFന് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ സമരാഗ്നി കത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ 3 പേരുടെ അഭിപ്രായം. സമരാഗ്നി കത്തിക്കണം, കത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് കെടും. അതെ, യെസ് എന്ന 3, നോ എന്ന 0. Meet the editors.